ടി കെ ഉണ്ണി, നാളെ ഈ നേവിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നീക്കങ്ങളാണ് താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ചും ഈ ഡൈവർമാർ അവർ എത്ര പേരിറങ്ങണം? അതോ ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഒരാൾ ഇറങ്ങുക, അതിൻ്റെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഈ നേവിയുടെ നാളത്തെ ദൗത്യത്തിൻ്റെ സ്വഭാവം അങ്ങ് വിലയിരുത്തുന്നത്? ഞാൻ പറഞ്ഞതുപോലെ ആദ്യം അത് ഇറങ്ങുന്നതിൻ്റെ മുന്നേ നമുക്കിപ്പോൾ ഏതായാലും ഈ ഒഴുക്ക് ശക്തമായിട്ടുണ്ടാവും. നമുക്ക് ഇത് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരു 2 ടൺ അല്ലെങ്കിൽ 1 ടൺ കോൺക്രീറ്റ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഡൈവറിന് അതിൻ്റെ മുകളിൽ കൂടെ, ആ റോപ്പിൻ്റെ മുകളിൽ കൂടെ താഴോട്ട് പോകാൻ ഈസി ആയിരിക്കും. അത് ചെന്ന് കെട്ടിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് അദ്ദേഹം പോകുന്നത്, ഡൈവർ പോകുന്നത് കേബിൻ ചെക്ക് ചെയ്യാനാണ്. നമ്മളെ അർജുനെ നോക്കുവാനും വേണ്ടി മാത്രമാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ അവരെ ആ 25 മീറ്റർ ആയതുകൊണ്ട് അതിൻ്റെ ആ സമയത്തിൻ്റെ ഒരു പരിധിയുണ്ട് ഡൈവറിന്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ ചെയ്ത് ജസ്റ്റ് ഒരു വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് വരാനേ പറ്റുള്ളൂ ഫസ്റ്റ് ഡൈവിൽ. സെക്കൻഡ് ഡൈവിലായിരിക്കും അതിൻ്റെ പ്ലാൻ ചെയ്തിട്ട് അവർ ചെയ്യാൻ പോകുന്നത്. ഉക്കോൺ ചെയ്യണോ, ഡോറ് തുറന്നിട്ട് എങ്ങനെയാണ് കൊണ്ടുവരിക എന്നൊക്കെയുള്ളത് കാര്യം, അതിൻ്റെ ഘടന എങ്ങനെയാണ്, അത് മനസ്സിലായതിന് ശേഷം മാത്രമേ ഓപ്പറേഷൻ്റെ ഒരു വ്യക്തത വരുള്ളൂ. അപ്പം നമ്മളിത് പറയുന്നത് ഫസ്റ്റ് ഡൈവിങ് തുടങ്ങാനുള്ള ഒരു സമയമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു ഫ്ലോട്ട് മുകളിലുണ്ടെങ്കിൽ അതിൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് അത് സ്റ്റഡി ആവുന്ന ഒരു സമയം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ വെതർ ഫോർകാസ്റ്റ് എന്തായാലും നമ്മൾ വാങ്ങണം. അതില്ലാത്ത ഉണ്ടാവും കറക്റ്റായിട്ട്. ശരിയാണ്, താങ്കൾ നേരത്തെ വിശദീകരിച്ചതാണ്. ശ്രീ ഉണ്ണി, താങ്കൾക്ക് ഈ ദൗത്യത്തിൽ ഒരു പ്രത്യേകമായ ഒരു പ്രതീക്ഷ കൂടി ഉണ്ടാകും. കാരണം താങ്കൾ അർജുൻ്റെ നാട്ടുകാരനാണ്. താങ്കൾ കരുതുന്നുണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ അമ്മയടക്കം പറയുന്നുണ്ടായിരുന്നു പ്രതീക്ഷ പൊലിയുകയാണ് എന്ന്. സഹോദരിയും പറയുന്നുണ്ടായിരുന്നു ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവർക്കും സംശയമുണ്ട് എന്ന്. എന്താണ് താങ്കൾ കരുതുന്നത്? ഇത്രയും ദിവസമായിട്ട് ഞാൻ രക്ഷിച്ചത് അത് പറയുകയാണ്, 3 ദിവസം വരെ ഉള്ളത് ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ഷിപ്പിലാണ്, ഷിപ്പിൻ്റെ അകത്തൊരു ഒരു കേവിറ്റി മാതിരി വരും, എയർ പോക്കറ്റ്. അതുപോലെ എയർ പോക്കറ്റ് ഇതിൻ്റെ അകത്ത് വന്നാലും കാർബൺ ഡയോക്സൈഡ്, നമ്മൾ ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ അത് പോയ്സണായി മാറുകയാണല്ലോ കാർബൺ ഡയോക്സൈഡ്. അതുകൊണ്ട് ഒരു ചാൻസ് എൻ്റെ ഇതിൽ പിന്നെ എന്തെങ്കിലും മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ നമുക്കതിനെ പറ്റി പറയൂ. നമ്മളെപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു സുരക്ഷിതനായിട്ട് തിരിച്ച് കിട്ടണേ എന്നാണ്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ദിവസമായതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഞാൻ പറയാൻ കാരണം. അപ്പം അത് എന്തായാലും അവരെ കണ്ടുപിടിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പം ആദ്യമായിട്ട് നോക്കേണ്ടത്. അതിന് ഈ ഒരു സംഭവം നടക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, അവിടെയുള്ള എല്ലാവരോടും നമ്മൾ ലിഫ്റ്റിംഗ് ഗിയർ അതിപ്പം പെട്ടെന്ന് ഈ ഒരു സംഭവമായതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. കറണ്ട്, അതായത് ഒഴുക്ക് കൂടുതലായതുകൊണ്ട് ഒരു ഡൈവ് കിട്ടുകയാണെങ്കിലും ആ ഡൈവ് 100% യൂട്ടിലൈസ് ചെയ്യാൻ പക്ക വിധത്തിലുള്ള ലിഫ്റ്റിംഗ് ഗിയർ ആയിരിക്കണം. അതിന് സ്നാച്ച് ഹുക്കായിരിക്കണം. പെട്ടെന്ന് ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു സംഭവമുണ്ട്. ഷാക്കിളിൽ തിരിക്കാനും പിടിക്കാനും നിൽക്കാതെ അങ്ങനെയുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്, അത് അവിടെ നമ്മളെ ഇൻചാർജായ അദ്ദേഹത്തിന് അറിയാം എന്താണെന്നുള്ളത്. അതൊക്കെ സജ്ജീകരിച്ച് കറക്റ്റായിട്ട് വെക്കണം. നമുക്കൊരു മണിക്കൂർ കിട്ടിയാൽ 1 മണിക്കൂർ കൊണ്ട് സംഗതി തീർക്കാം എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഒരു 3-4 ഡൈവ് കൊണ്ട്, ഈ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3-4 ഡൈവ് കൊണ്ട് നമുക്ക് തീർക്കാനുള്ള ജോലി ഉണ്ടാവുള്ളൂ. ശ്രീ ഉണ്ണി, ഒരു കാര്യം കൂടി, ഇപ്പോൾ ഈ കര കേന്ദ്രീകരിച്ചിട്ടുള്ള തെരച്ചിൽ പ്രധാനമായും നടത്തിയത് ഈ 2 തവണ ഫോൺ റിങ് ചെയ്തു എന്ന് അർജുൻ്റെ വീട്ടുകാരടക്കം പറഞ്ഞപ്പോഴാണ്. എന്ന് മാത്രമല്ല, ഈ NITയുടെ സംഘം വന്നിട്ടുള്ള പരിശോധനയിലും അവിടെ അങ്ങനെയുള്ള സിഗ്നലുകൾ കിട്ടിയെന്നും പറയുകയുണ്ടായി. ഈ ഭാരത് ബെൻസിൻ്റെ ഉടമസ്ഥർ പറയുകയുണ്ടായി, അതിൻ്റെ നിർമ്മാതാക്കൾ പറയുകയുണ്ടായി, ഒരു പ്രത്യേക സമയം വരെ ഇതിൻ്റെ എഞ്ചിൻ പ്രവർത്തിച്ചിരുന്നു, 50% അതിൻ്റെ ഇന്ധനം ബാക്കിയുണ്ട്. ഇതൊക്കെ ഈ ഗംഗാവലി പുഴയുടെ ഇപ്പോഴത്തെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് അതിൻ്റെ താഴെ ഇങ്ങനെ തലകീഴായി കിടക്കുന്ന ഒരു സംവിധാനത്തിലാണ് എങ്കിൽ സാധ്യമാണോ? ശ്രീ ഉണ്ണി, താങ്കളോടാണ്. കേട്ടോ ചോദ്യം? അല്ല, ക്ലിയർ ആയില്ല. അല്ല, ഈ പറയുന്ന ഈ വെള്ളത്തിനടിയിലാണ്, ഇങ്ങനെ ഈ വലിയ കുത്തൊഴുക്കുള്ള ഈ പുഴയ്ക്കടിയിലാണ് ഇങ്ങനെ തലകീഴായി ഈ ട്രക്ക് കിടക്കുന്നത് എങ്കിൽ അതിൻ്റെ എൻജിൻ കുറേ സമയം പ്രവർത്തിച്ചിരുന്നു, പിന്നെ അതിൻ്റെ ബാക്കി 50% ഇന്ധനം ബാക്കിയുണ്ട്, അതുപോലെ തന്നെ 2 തവണ ഫോൺ റിങ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമോ? ഫോൺ റിങ് ചെയ്തെന്ന കാര്യത്തിൽ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ തലകീഴായി വന്നാലും ഒരു എയർ പോക്കറ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട്. മേൽഭാഗത്ത് തലകീഴായി വരുമ്പം ആ ക്യാബിൻ്റെ അകത്ത് ഒരു എയർ പോക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ
ആ സമയത്ത് എടുത്ത് മേളിൽ വെക്കുകയോ ഒക്കെ ചെയ്താൽ അത് റിങ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് നമ്മുടെ സീറ്റിൻ്റെ എവിടെയെങ്കിലും തിരികെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള വെപ്രാളത്തിൽ അവിടെ തിരികെ വെക്കാൻ സാധ്യതയുണ്ടെങ്കിൽ റിങ് ചെയ്യും. പിന്നെ അത് ഡിസ്ചാർജ് ആവുകയും ചെയ്യും ബാറ്ററി കഴിഞ്ഞാൽ. അങ്ങനെ സംഭവിക്കാം. അല്ലാതെ ഈ എൻജിൻ കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ അതെങ്ങനെയാണ് എങ്ങനെയാണ് അവർ മോണിറ്റർ ചെയ്തതെന്ന് എനിക്കറിയില്ല. ശരി, എന്തായാലും ശ്രീ TK ഉണ്ണി പറയുന്ന അദ്ദേഹം സമാനമായ ദൗത്യത്തിൽ ഏർപ്പെട്ടപ്പോൾ 3 ദിവസത്തിന് ശേഷം ഒരാളെ ജീവനോടെ കിട്ടിയെന്നാണ്. ഇപ്പോൾ 10ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോഴും അത്ഭുതങ്ങൾ സാധ്യമാണ്. ആ പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.